പ്രാഥമിക പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഉള്ള ടെസ്റ്റ് പേപ്പർ 4ാമത്തെ ടെസ്റ്റ് പേപ്പറാണ്. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞത് മൂലകങ്ങൾ. അതുമായി ബന്ധപ്പെട്ട 25 ക്വസ്റ്റ്യനാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു പേപ്പർ എടുക്കുക, പേന എടുക്കുക, ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും, നിങ്ങൾ ആൻസർ എഴുതുക. ലാസ്റ്റ് ഞാൻ ആൻസർ പറയുന്നതായിരിക്കും. നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർ ക്ലാസ്സുകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. കേരള PSCയുമായി ബന്ധപ്പെട്ട PSCയുമായി ബന്ധപ്പെട്ട എല്ലാ ലേറ്റസ്റ്റ് അപ്ഡേറ്റിനായിട്ടും നോട്ടിഫിക്കേഷനൊക്കെ കൃത്യമായിട്ട് നിങ്ങളെ ഞാൻ അറിയിക്കും കേട്ടോ. അതുപോലെ തന്നെ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് ഇന്നത്തെ ടെസ്റ്റ് പേപ്പർ നോക്കിയേ. 1ാമത്തെ ക്വസ്റ്റ്യൻ എഴുതിക്കോയേ. പ്രകൃതിയിൽ ഏറ്റവും അപൂർവമായി കാണുന്ന മൂലകം. പ്രകൃതിയിൽ ഏറ്റവും അപൂർവമായി കാണുന്ന മൂലകം. 2. ജലത്തിൽ സൂക്ഷിക്കുന്ന മൂലകം. ജലത്തിൽ സൂക്ഷിക്കുന്ന മൂലകം. 3. ഒരു സൾഫർ തന്മാത്രയിലെ ആറ്റങ്ങളുടെ എണ്ണം. ഒരു സൾഫർ തന്മാത്രയിലെ ആറ്റങ്ങളുടെ എണ്ണം എത്ര? 4. ഒരേതരം ആറ്റം മാത്രമുള്ള ശുദ്ധമായ വസ്തു. ഒരേതരം ആറ്റം മാത്രമുള്ള ശുദ്ധമായ വസ്തു. ഒരേതരം ആറ്റം മാത്രമുള്ള ശുദ്ധമായ വസ്തു. ഏറ്റവും വലിയ ആറ്റമുള്ള മൂലകം. 5ാമത്തെ ക്വസ്റ്റ്യൻ. ഏറ്റവും വലിയ ആറ്റമുള്ള മൂലകം. 5ാമത്തെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 6. ന്യൂട്രോൺ ഇല്ലാത്ത ഏക മൂലകം. 6ാമത്തെ ക്വസ്റ്റ്യൻ. ന്യൂട്രോൺ ഇല്ലാത്ത ഏക മൂലകം. 7. ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകൾ ഏതൊക്കെ? ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകൾ ഏതൊക്കെ? അടുത്തത് എഴുതിയോ? ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകൾ ഏതൊക്കെ? 8. കാൽസ്യത്തിൻ്റെ ആറ്റോമിക നമ്പർ. കാൽസ്യത്തിൻ്റെ ആറ്റോമിക നമ്പർ. 9. മെഴുകിൽ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ലോഹം. മെഴുകിൽ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ലോഹം. 9ാമത്തെ ക്വസ്റ്റ്യൻ. 10. കൈവെള്ളയിൽ വെച്ചാൽ ഉരുകുന്ന ലോഹം. കൈവെള്ളയിൽ വെച്ചാൽ ഉരുകുന്ന ലോഹം. കൈവെള്ളയിൽ വെച്ചാൽ ഉരുകുന്ന ലോഹം. 11. ഇൽമനൈറ്റ് എന്തിൻ്റെ അയിരാണ്? 11ാമത്തെ ക്വസ്റ്റ്യൻ. ഇൽമനൈറ്റ് എന്തിൻ്റെ അയിരാണ്? ഇൽമനൈറ്റ് എന്തിൻ്റെ അയിരാണ്? 12. വാതക രൂപത്തിലുള്ള ഹാലജൻ ഏതൊക്കെ? വാതക രൂപത്തിലുള്ള ഹാലജൻ ഏതൊക്കെ? 12ാമത്തെ ക്വസ്റ്റ്യൻ. വാതക രൂപത്തിലുള്ള ഹാലജൻ ഏതൊക്കെ? 13. അന്തരീക്ഷവായുവിൽ തീരെ കാണപ്പെടാത്ത ഏക അലസവാതകം. അന്തരീക്ഷവായുവിൽ തീരെ കാണപ്പെടാത്ത ഏക അലസവാതകം. അന്തരീക്ഷവായുവിൽ തീരെ കാണപ്പെടാത്ത ഏക അലസവാതകം. 14. റേഡിയോ ആക്ടിവിറ്റി കാണിക്കുന്ന ഏക ആൽക്കലി ലോഹം. റേഡിയോ ആക്ടിവിറ്റി കാണിക്കുന്ന ഏക ആൽക്കലി ലോഹം. റേഡിയോ ആക്ടിവിറ്റി കാണിക്കുന്ന ഏക ആൽക്കലി ലോഹം. എഴുതിയോ? 14. 15ാമത്തത്. സ്ഥിരതയുള്ള ഐസോടോപ്പുകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം. സ്ഥിരതയുള്ള ഐസോടോപ്പുകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം. സ്ഥിരതയുള്ള ഐസോടോപ്പുകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന 15ാമത്തെ ക്വസ്റ്റ്യൻ. എഴുതിയോ? 16. ആൽക്കലി ലോഹങ്ങൾ എത്രാം ഗ്രൂപ്പിൽ പെടുന്നു? ആൽക്കലി ലോഹങ്ങൾ ഉൾപ്പെടുന്ന ഗ്രൂപ്പ് എത്രാമത്തെ ഗ്രൂപ്പാണ്? ആൽക്കലി ലോഹങ്ങൾ എന്നറിയപ്പെടുന്നത് എത്രാമത്തെ ഗ്രൂപ്പിൽ പെടും? 17. ദ്രാവക രൂപത്തിലുള്ള അലോഹം. ദ്രാവക രൂപത്തിലുള്ള അലോഹം. ദ്രാവക രൂപത്തിലുള്ള അലോഹം. 18. ദ്രവണാങ്കം ഏറ്റവും കൂടിയ മൂലകം.
18 ദ്രവണാങ്കം ഏറ്റവും കൂടിയ മൂലകം. 18 ദ്രവണാങ്കം ഏറ്റവും കൂടിയ മൂലകം. 19 പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള അലസവാതകം. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള അലസവാതകം. 20 ഏറ്റവും ഭാരം കൂടിയ വാതകം. ഏറ്റവും ഭാരം കൂടിയ വാതകം. 21 ആപേക്ഷിക കാഠിന്യം ഏറ്റവും കൂടിയ ലോഹം. ആപേക്ഷിക കാഠിന്യം ഏറ്റവും കൂടിയ ലോഹം. ലോഹം ആപേക്ഷിക കാഠിന്യം ഏറ്റവും കൂടിയ ലോഹം. എഴുതിയോ? 22 ഇതായി എന്ന രോഗത്തിന് കാരണമായത്. എന്താണ് ഇതായി എന്ന രോഗത്തിന് കാരണം? ഏത് മൂലകം? ഇതായി എന്ന രോഗത്തിന് കാരണം. 23 22-ാമത്താണത്. 23 എൻജിൻ ഭാഗങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരത്തിൻ്റെ പേര്. എൻജിൻ ഭാഗങ്ങൾ, വാഹനങ്ങളുടെയൊക്കെ എൻജിൻ ഭാഗങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരത്തിൻ്റെ പേരെന്താണ്? 24 നാട്രിയം എന്നറിയപ്പെടുന്ന മൂലകം. നാട്രിയം എന്നറിയപ്പെടുന്ന മൂലകം. 25 ഘന ഹൈഡ്രജൻ എന്ന് അറിയപ്പെടുന്നത്. 25-ാമത്തെ ക്വസ്റ്റ്യൻ, ഘന ഹൈഡ്രജൻ എന്ന് അറിയപ്പെടുന്നത് എന്താ? ഏത് മൂലകം എന്നാണ് ഘന ഹൈഡ്രജൻ എന്ന് അറിയപ്പെടുന്നത്? അപ്പോൾ 25 ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ എഴുതിയോ? എഴുതിയെങ്കിൽ ഒന്നാമത്തെ ആൻസർ നോക്കിക്കോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. പ്രകൃതിയിൽ ഏറ്റവും അപൂർവമായി കാണുന്ന മൂലകം. അസ്റ്റാറ്റിൻ. ജലത്തിൽ സൂക്ഷിക്കുന്ന മൂലകം. വെളുത്ത ഫോസ്ഫറസ്. ഒരു സൾഫർ തന്മാത്രയിലെ ആറ്റങ്ങളുടെ എണ്ണം 8. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ 8. ഒരേ തരം ആറ്റം മാത്രമുള്ള ശുദ്ധമായ വസ്തു. മൂലകം. ഒരേ തരം ആറ്റം മാത്രമുള്ള ശുദ്ധമായ വസ്തു മൂലകം. നാലാമത്തെ ആൻസർ മൂലകം. 5 ഏറ്റവും വലിയ ആറ്റമുള്ള മൂലകം ഫ്രാൻസിയം. ഏറ്റവും വലിയ ആറ്റമുള്ള മൂലകം ഫ്രാൻസിയം. 5. ആറാമത്തെ ആൻസർ ന്യൂട്രോൺ ഇല്ലാത്ത ഏകമൂലകം. ന്യൂട്രോൺ ഇല്ലാത്ത ഏകമൂലകം ഹൈഡ്രജൻ. ആറാമത്തെ ആൻസർ ഹൈഡ്രജൻ. ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പുകൾ ഏതൊക്കെ? പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് 3 ഇനി 8-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ കാൽസ്യത്തിൻ്റെ ആറ്റോമിക നമ്പർ. കാൽസ്യത്തിൻ്റെ ആറ്റോമിക നമ്പർ 20 ആണ്. കാൽസ്യത്തിൻ്റെ ആറ്റോമിക നമ്പർ 20 ആണ്. കാൽസ്യത്തിൻ്റെ ആറ്റോമിക നമ്പർ 20 ആണ് കാൽസ്യത്തിൻ്റെ ആറ്റോമിക നമ്പർ. എഴുതിയോ? പിന്നെ 9-ാമത്തെ മെഴുകിൽ പൊതിഞ്ഞു സൂക്ഷിക്കുന്നത് ലിഥിയം. മെഴുകിൽ പൊതിഞ്ഞു സൂക്ഷിക്കുന്നത് ലിഥിയം. 10 കൈവെള്ളയിൽ വെച്ചാൽ ഉരുകുന്നത് ഗാലിയം. കൈവെള്ളയിൽ വെച്ചാൽ ഉരുകുന്ന മൂലകമാണ്, ഉരുകുന്ന ലോഹമാണ് ലോഹം ഗാലിയം. ഇൽമനൈറ്റ് എന്തിൻ്റെ അയിരാണ്? ടൈറ്റാനിയം. ടൈറ്റാനിയം ഭാവിയുടെ ലോഹം ടൈറ്റാനിയം. ഇൽമനൈറ്റ് എന്തിൻ്റെ അയിരാണ്? ടൈറ്റാനിയം. ആറ്റോമിക നമ്പർ 22 ആണ്. പിന്നെ 12-ാമത്തത് വാതക രൂപത്തിലുള്ള ഹാലജൻ. വാതക രൂപത്തിലുള്ള ഹാലജൻ ഏതാ? ഫ്ലൂറിനും ക്ലോറിനുമാണ്. വാതക രൂപത്തിലുള്ള ഹാലജൻ ഫ്ലൂറിൻ, ക്ലോറിൻ. 13-ാമത്തെ ക്വസ്റ്റ്യൻ അന്തരീക്ഷവായുവിൽ തീരെ കാണപ്പെടാത്ത ഏക അലസവാതകം. അന്തരീക്ഷവായുവിൽ തീരെ കാണപ്പെടാത്ത ഏക അലസവാതകമാണ് റാഡോൺ ആണ്. നിങ്ങൾ എഴുതിയെങ്കിൽ മാർക്ക് തരാം. റാഡോൺ. റേഡിയോ ആക്ടിവിറ്റി കാണിക്കുന്ന ഏക ആൽക്കലി ലോഹം. റേഡിയോ ആക്ടിവിറ്റി കാണിക്കുന്ന ഏക ആൽക്കലി ലോഹമാണ് ഫ്രാൻസിയം. റേഡിയോ ആക്ടിവിറ്റി കാണിക്കുന്ന ഏക ആൽക്കലി ലോഹമാണ് ഫ്രാൻസിയം. സ്ഥിരതയുള്ള ഐസോട്ടോപ്പുകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം. സ്ഥിരതയുള്ള ഐസോട്ടോപ്പുകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ടിന്നിലാണ്.
16ാമത്തെ ക്വസ്റ്റ്യൻ, ആൽക്കലി ലോഹങ്ങൾ 1-ാം ഗ്രൂപ്പിലാണ് പെടുന്നത്. ആൽക്കലി ലോഹങ്ങൾ 1-ാം ഗ്രൂപ്പ്. ആൻസർ 1-ാം ഗ്രൂപ്പ്. 17ാമത്തത് ദ്രാവക രൂപത്തിലുള്ള അലോഹം. ദ്രാവക രൂപത്തിലുള്ള ലോഹമാണ് മെർക്കുറി. ദ്രാവക രൂപത്തിലുള്ള ലോഹമാണ് മെർക്കുറി. അലോഹം ചോദിച്ചാൽ അത് ബ്രോമിനാണ്. ആൻസർ ബ്രോമിൻ. ഞാൻ ചോദിച്ചത് അലോഹമാണ്. ആൻസർ ഇവിടെ ബ്രോമിനാണ്. ദ്രവണാങ്കം ഏറ്റവും കൂടിയ മൂലകം. ദ്രവണാങ്കം ഏറ്റവും കൂടിയത് മൂലകമാണ് കാർബൺ. ദ്രവണാങ്കം ഏറ്റവും കൂടിയ മൂലകമാണ് കാർബൺ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള അലസവാതകം. അലസവാതകമാണ് ഹീലിയം. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള അലസവാതകമാണ് ഹീലിയം. ഏറ്റവും ഭാരം കൂടിയ വാതകം റാഡോൺ. നമ്മൾ 20ാമത്തെ ക്വസ്റ്റ്യന്. ഇനി നമ്മൾ പറഞ്ഞ 21 എന്ന് പറഞ്ഞാൽ ആപേക്ഷിക കാഠിന്യം ഏറ്റവും കൂടിയ ലോഹം. ആപേക്ഷിക കാഠിന്യം ഏറ്റവും കൂടിയ ലോഹമാണ് ക്രോമിയം. ആപേക്ഷിക കാഠിന്യം ഏറ്റവും കൂടിയ ലോഹമാണ്. ആപേക്ഷിക കാഠിന്യം ഏറ്റവും കൂടിയ ലോഹം ക്രോമിയം. ഇതായി രോഗത്തിന് കാരണം കാഡ്മിയം. നമ്മൾ പല ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇതായി രോഗത്തിന് കാരണം കാഡ്മിയം. ഘന ഹൈഡ്രജൻ ഡ്യൂട്ടീരിയം. ഘന ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ 22ാമത്തല്ലേ ഇതായി 23ൻ്റെ ആൻസർ പറയട്ടെ എന്നിട്ട് പറയാമേ. ഘന ഹൈഡ്രജൻ 25ആണ്. എഞ്ചിൻ്റെ ഭാഗങ്ങൾ. വാഹനങ്ങളുടെ എഞ്ചിൻ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് സിലുമിൻ എന്ന ലോഹസങ്കരമാണ്. വാഹനങ്ങളുടെ എഞ്ചിൻ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോഹസങ്കരം സിലുമിൻ. പിന്നെ 24 നാട്രിയം എന്നറിയപ്പെടുന്നത് സോഡിയമാണ്. സോഡിയം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പറഞ്ഞ ഘന ഹൈഡ്രജൻ ഡ്യൂട്ടീരിയം കേട്ടോ. ഡ്യൂട്ടീരിയം. 25 ക്വസ്റ്റ്യനായി. 25 എഴുതിയിട്ട് നിങ്ങൾ പറയുക എത്ര മാർക്ക് കിട്ടി. ഒരു 22ന് മുകളിൽ കിട്ടിയ നല്ല മാർക്കാണ് കേട്ടോ. 20ന് മുകളിൽ കിട്ടിയാൽ നല്ല മാർക്കാണ്. ഫുള്ള് കിട്ടിയാൽ ഏറ്റവും ടോപ്പ് അല്ലേ. എന്തായാലും 20ന് മുകളിൽ കിട്ടിയാൽ നല്ല സ്കോർ തന്നെയാണ്. ഓക്കെ. തുടർ ക്ലാസ്സുകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാർക്ക് കുറഞ്ഞാലും നിങ്ങൾ സാരമില്ല, എഴുതി നോട്ട് ചെയ്ത് പഠിച്ചാൽ മതി കേട്ടോ. പുതിയൊരു ക്ലാസ്സിൽ കാണാം. താങ്ക്